എന്നാൽ ഇവര് പട്ടാളത്തില് റിക്രൂട്ട്മെന്റ് പോയ കാര്യം നമ്മളാരും അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞു 2 മാസം മുമ്പേ അവര് റിട്ടേൺ ടെസ്റ്റിന് പോയപ്പോഴേ അറിഞ്ഞു. എന്നിട്ട് നീ ഇവിടെ ആരോട് പറയാഞ്ഞേ? ഒന്നുകളിയെന്ന് പറഞ്ഞ രവിയണ്ണൻ തോറ്റാൻ നാണക്കേടല്ലേ, ജയിക്കാൻ അവരെ തലക്കകത്ത് വല്ലതും വേണ്ടേ? എപ്പോഴും എന്നെ എടുത്തിട്ട് അടിക്കാനേ അമ്മമാർക്ക് സമയമുള്ളൂ. അതൊക്കെ പോട്ടെ, അവന്മാരിപ്പോ എവിടെ പോയി? അമ്മമാര് പൊറഞ്ചുവിന്റെ വീട്ടിൽ പോയി. അതെന്തിനാ? ഇന്നലെ എല്ലാരും ഫിസിക്കൽ ടെസ്റ്റ്. മമ്മൂസും രവിയണ്ണനും ഔട്ടായി. പൊറഞ്ചുവിന് മാത്രമേ കിട്ടിയുള്ളൂ. അതിന്റെ സന്തോഷ വാർത്ത പൊറഞ്ചുവിന്റെ അമ്മയുടെ അടുത്ത് പറയാൻ അമ്മമാര് പോയേക്കോണ്ട്. അത് ശരി, അവന്മാരിങ്ങ് വരട്ടെ, ആ രവിയെ മമ്മൂനെ ശരിക്കും ഒന്ന് കാണണം. ഓ, തോറ്റതിന്റെ ചമ്മലുള്ളതുകൊണ്ട് 2-3 ദിവസം ഇനി അവന്മാർ ഇങ്ങോട്ടൊന്ന് വരില്ലടി. എന്നാൽ ആ പൊറഞ്ചുവിന് എങ്ങനെ കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓ, ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ കോളേജ് വരാൻ പറ്റുമല്ലോ. ഒരു ശല്യം പോയി കിട്ടും. അല്ലെങ്കിലും പൊറിഞ്ചുവിനെ ഇപ്പൊ കൊണ്ടുവനെ പറ്റി പറയാനേ സമയമുള്ളൂ. ആണോ? നിന്റെ ഈ മുടിഞ്ഞ സൗന്ദര്യം ഉണ്ടല്ലേ, നിനക്ക് ശാപമായിട്ട് വരും. ആയിക്കോട്ടെ എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഒന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ. കഴുനാക്കെടുത്ത് വളയ്ക്കല്ലേ. ദേ അവര് വരുന്നു. കുറിഞ്ചു കി ജയ്, ജയ് ജവാൻ. രവിയണ്ണ അളിയാ ചുമ്മാ ഇല്ല, ഞാൻ അവിടെ നിന്നോ നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നു. പ്രദീപേ, ആണുങ്ങളായ ഇങ്ങനെ വേണം. എങ്ങനെ വേണം? ദേ ഇങ്ങനെ. ഞങ്ങൾ അറിഞ്ഞു ത്രിമൂർത്തികൾ 3 കൂടി പട്ടാളത്തിൽ ചേരാൻ പോയതും അതിലൊരാൾക്ക് മാത്രം സെലക്ഷൻ കിട്ടിയതൊക്കെ. ബാക്കി 2 പേരും പട്ടി ചന്തയ്ക്കുന്ന പോകുന്ന പോലെ തിരിച്ചു വന്ന്. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാ പറഞ്ഞത്? അവർക്ക് കിട്ടാത്തതൊന്നുമല്ല, അവർക്ക് മിലിറ്ററി ചേരാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ നിർബന്ധിച്ചിട്ട് അവരെന്റെ അവിടെ കൂട്ടിന് വന്നു. എന്റെ സെലക്ഷൻ അവരെന്തൊക്കെ കാണിച്ചു, പക്ഷെ എന്റെ വീട്ടിലത്തെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ അന്തം വിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ട് എനിക്ക് കിട്ടി. അതുകൊണ്ട് ആരും കളിയാക്കാനും വേണ്ട, ആരും ഇത്ര കഴിവില്ലാത്തവരൊന്നുമല്ല. പിന്നെ ഞങ്ങൾ അറിഞ്ഞു ചേട്ടന്മാരുടെ കഴിവൊക്കെ. ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയാം, പക്ഷെ എന്നെ തല്ലരുത്. പറയണ കൂട്. വടത്തിൽ കൂടി മുകളിൽ കയറുന്ന ഒരു മത്സരമുണ്ട്, അതില് മമ്മു കയറി. എന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു. അവസാനം ഏണി കൊണ്ടുവച്ചാണ് മമ്മൂനെ ഇറക്കി. പിന്നെ രവിയണ്ണനെ ഒരു മാരത്തോൺ ഓട്ട മത്സരം ഉണ്ടായിരുന്നു. രവിയണ്ണൻ മാരത്തോൺ ഓട്ടം. അവസാനം അവിടെ ചെന്ന് തളർന്നു വീണു. പ്രഷർ കൂടിയോ? പ്രഷറിന്റെ ഒന്നുമല്ല, അത് പ്രായത്തിന്റെ. അവസാനം ഓട്ടോ വിളിച്ചാണ് രവിയണ്ണനെ കൊണ്ടുപോയത്. അപ്പോഴും ബോധമില്ല, ഇപ്പോഴും ഏകദേശം അതേ കണക്ക്.